എല്ലാ ഈ ഇപ്പോഴത്തെ ഒരു പടം കണ്ടതിൽ വെച്ചിട്ട് നല്ല പടം തന്നെ. നല്ലൊരു കണ്ടന്റ് ഉള്ള പോലെ തോന്നിയോ? അതെ, മുസ്ലിം സമുദായത്തിൽ നല്ലൊരു അറിയപ്പെടുന്ന എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു പടമാണ്. നല്ല അടിപൊളി. അവരുടെ മേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല, ഒന്നും പറയാനില്ല. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ, നവമാധ്യമങ്ങളുടെ വ്യക്താക്കളായി നിങ്ങൾ ഇത്തരം സിനിമകളാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. കാരണം ഈ സിനിമ ഒരു നവ്യ അനുഭവം തന്നെയാണ്. ഒരു പീരീഡ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് മലയാളിയായ പ്രൊഡക്ഷൻ ഡിസൈനർ ആർട്ട് ഡയറക്ടർ അപ്പുണ്ണി സാജനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മീര കതിരവൻ നമ്മുടെ പ്രിയപ്പെട്ട ലോഹിയേട്ടൻ്റെ അസോസിയേറ്റ് അസിസ്റ്റൻ്റൊക്കെ ആയിരുന്നു. പക്ഷേ ഡിറക്ഷൻ ഇത്രയും മനോഹരമായിട്ട് നമ്മളെ പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ പറ്റുന്നു. ആ കൾച്ചർ ഭയങ്കരമായിട്ട് അടയാളപ്പെടുത്തുന്നു. ഒരു സംവിധായകൻ്റെ കയ്യൊപ്പ് എന്താണെന്നുള്ളത് ഈ സിനിമയിലൂടെ കാണിച്ചു. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഈ സിനിമയുടെയും ഈ സംവിധായകൻ്റെയൊക്കെ ഫാനായി മാറിയിരിക്കുകയാണ്. മലയാളി പ്രേക്ഷകർ കൂടി ഈ സിനിമ ഏറ്റെടുക്കണം. അതിന് നിങ്ങളുടെയൊക്കെ പിന്തുണ ഈ കൊച്ചല്ല, ഈ വലിയ പടത്തിൽ നൽകണമെന്നാണ് നമ്മുടെ ഒരു പ്രവാസി ജീവിതത്തിൻ്റെ റിയാലിറ്റി, പ്രണയം, രണ്ട് സ്ഥലത്ത് താമസിക്കുമ്പോൾ ഉള്ളൊരു എന്താ പറയുക ഫീലിങ്സും കാര്യങ്ങളും, അത് ലൈഫിനെ രണ്ട് പേർക്കും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് രണ്ട് കപ്പിൾസിൻ്റെ രീതിയിലും ഒക്കെ, പിന്നെ അവർ കടന്നു പോകുന്ന കുറേ വിഷമങ്ങളും റിയാലിറ്റിയാണ്. ഫീൽ ഗുഡ് നല്ലൊരു സിനിമയാണ്. പെർഫോമൻസ് ഒക്കെ നല്ല കാലഘട്ടം, കുറേ കാലഘട്ടം കാണിക്കുന്നത് നമുക്ക്. അപ്പോൾ ആക്ച്വലി അതിലൂടെ നമ്മൾ കാണാത്തതും കേട്ട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞ്, ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ പറഞ്ഞ കുറച്ച് കഥകളൊക്കെ അങ്ങനെ നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്, നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളും പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ ഒരു ട്രാവൽ ഉണ്ട് ആക്ച്വലി. അങ്ങനെയാണ് പുള്ളിയുടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. പുള്ളിയുടെ രണ്ടാമത്തെ പടം അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ഈ മീരകഥ എന്ന് പറഞ്ഞാൽ ആളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ എഴുത്താണ്. എഴുത്തിലുള്ള ഒരു സ്ട്രോങ് ഹോൾഡാണ് പുള്ളിയുടെ പ്രത്യേകത. അപ്പോൾ പുള്ളിയുടെ അടുത്ത പടത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് ഞാൻ ആക്ടിങ്ങിലേക്കൊക്കെ തിരിഞ്ഞ് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരികയും ചെയ്തു. അപ്പം പണ്ടുപോലെ ഈ മീരസാറിൻ്റെ വർക്ക് കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ കുറച്ച് ഡയറക്ഷൻ പരിപാടികളൊക്കെ പഠിച്ചതൊക്കെ ചെന്നൈയിൽ നിന്നാണ്. കുറേ നാളുകൾക്ക് ശേഷം പുള്ളിയുടെ ഒരു വർക്ക് കാണാൻ പറ്റിയതും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താണ് പണ്ട് നമ്മൾ ഈ നഷ്ടപ്പെട്ടു പോയ ഈ തമിഴ് സിനിമയുടെ ഒരു നല്ല സിനിമയാണ്. വളരെ നല്ല എടുത്ത നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്. വളരെ റിയലിസ്റ്റിക്കാണ്. അതിനകത്തൊട്ടും എക്സാഗ്രേഷൻ ഇല്ല. ജീവിതം അതുപോലെ പകർത്തി വെച്ചേക്കുന്ന ഒരു സിനിമയാണ്. എല്ലാവരും അഭിനയിച്ചവരെല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം ലോഹിതദാസിൻ്റെ അസിസ്റ്റൻ്റായിരുന്ന ആളാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹം ഇന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഏറ്റവും അഭിമാനപൂർവ്വം ഈ സിനിമയെ കണ്ട് ആസ്വദിക്കുമായിരുന്നു ഞാൻ ശ്രമിക്കുകയാണ്. നല്ല സിനിമയാണ്. ഇത് കൂടുതൽ ആൾക്കാർ കാണണം. തമിഴ്നാട്ടിൽ ഇത് ഓൾറെഡി നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയും അങ്ങനെ തന്നെ ആൾക്കാരിലേക്ക് എത്തട്ടെ. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ളൊരു സിനിമയാണ്. ഇതൊരു ലോക മേളകളിലൊക്കെ നമുക്ക് കൊണ്ട് അഭിമാനപൂർവ്വം നമ്മളുടെ ഒരു സംസ്കാരത്തെ കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ളൊരു സിനിമ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ വരുന്നുണ്ട്. മലയാളത്തിലല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ നല്ല സിനിമ.